ചാനൽ. അപ്പം നമ്മളെ 2 ദിവസത്തെ പാരീസ് ട്രിപ്പ് നമ്മളവിടെ കഴിയാണ്. ഇനിയിപ്പോൾ പാരീസിൽ കാണാനുള്ളത് നമുക്ക് ഡിസ്നി ലാൻഡാണ്. പക്ഷേ അവിടെ ഒരു ദിവസം ഫുള്ള് വേണം. നമുക്ക് ഒരുപാട് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോകണം, ഒരു ദിവസം ഫുള്ളും വേണം. പിന്നെ ഇവരെ കുട്ടികൾക്കൊക്കെ കുറേ നടക്കാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. പിന്നെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തോന്നി. അപ്പോൾ നമ്മളിപ്പോൾ നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മളിപ്പോൾ ബ്രസൽസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ബ്രസൽസിലേക്ക് പോകാനിപ്പോൾ നമ്മളുള്ളത് പാരീസിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഉള്ളത് ഗർഡേനോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഗർഡേനോഡ് എന്നുള്ള സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി ബ്രസൽസിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്തത് ഇനിയിപ്പോൾ ബ്രസൽസിലേക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. ഓൺലൈൻ ടിക്കറ്റ് ഉണ്ട്. അങ്ങ് ബെൽജിയത്തിലേക്കുള്ള, അതായത് ബ്രസൽസിലേക്കുള്ള ഏതാ ട്രെയിൻ എന്നുള്ളത് നമുക്ക് ഇനി കണ്ടുപിടിക്കണം അവിടുന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാരീസിലെ ഗർഡേനോഡ് എന്ന് പറഞ്ഞുള്ള ട്രെയിൻ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളെ ട്രെയിന് ഏത് ലൈനാണെന്നൊക്കെ ഉള്ള നോക്കാനും വേണ്ടി പോവാണ്. ഇവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ട്രെയിനുണ്ട്. ആംസ്റ്റർഡാം, ബ്രസൽസ്, ലണ്ടന്, അതുപോലെ മ്യൂണിക്ക്, അങ്ങനത്തെ. അപ്പം നമ്മൾ ട്രെയിൻ ലൈൻ ഏതാണെന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ ട്രെയിൻ എത്തി. ഇതാണ് ബ്രസൽസിൽ മിഡി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് കേട്ടോ നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ ട്രെയിൻ വന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഒരു രാജ്യത്തു നിന്നും വേറൊരു രാജ്യത്തേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്നും ബെൽജിയത്തിലേക്ക് പോവാണ്. ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ ബ്രസൽസിലേക്ക് അപ്പോൾ പോകുന്ന ട്രെയിനിൽ ഇവിടുന്ന് ആകെ 2 മണിക്കൂറുള്ളൂ ട്രെയിനിൽ. അപ്പോൾ നമ്മളിതാ ട്രെയിനൊക്കെ വന്ന് നമ്മളിപ്പോൾ നമ്മളെ കോച്ചിലേക്ക് പോവാണ്. കോച്ച് നമ്പർ 6 ആണ്. അപ്പം അത് അന്വേഷിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, ടിക്കറ്റൊക്കെ റിസർവ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല, സീറ്റൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മൾ ട്രെയിനിൽ കയറി നമ്മളെ ലഗേജൊക്കെ കറക്റ്റ് സ്പേസിൽ കിട്ടി. ഓക്കെ, നമ്മൾ 4 ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഇത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിട്ട് വെച്ച് കണ്ടോ, നമുക്ക് 1 2 3 4 വെച്ച്. പിന്നെ റിസർവ് ചെയ്തതിനെ കൊണ്ട് നമ്മളെ സീറ്റും കറക്റ്റ് കുക്കായിട്ട് നമുക്ക് ഇരുന്നിട്ട് പോകാം. രണ്ടാള് തിന്നിരിക്കുക. നല്ല ഹൈ സ്പീഡ് ട്രെയിനാണ്. ഏകദേശം 250 കിലോമീറ്റർ സ്പീഡിലാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 1.5 മണിക്കൂറിൻ്റെ ശേഷം നമ്മൾ ബ്രസൽസിലെത്തി. ബെൽജിയത്തിൻ്റെ ബ്രസൽസ്. അപ്പോൾ ബ്രസൽസിലെ മിഡി എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് അപ്പോൾ ഉള്ളത്. മിഡി. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മളെ ഹോട്ടലിലേക്ക് പോകണം. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മളിപ്പോൾ ബ്രസൽസിലെത്തി. നമുക്ക് ഇനിയിപ്പോൾ നേരെ നമ്മളെ ഹോട്ടലിലേക്ക് പോവാണ്. നമ്മളേതായാലും സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ട് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിക്കും. ഇതാണ് നമ്മളെ ഹോട്ടൽ, ബ്രസൽസിലെ ഹോട്ടൽ. ഇതാണ് മെനിങ്ങർ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മളെ ഹോട്ടൽ, മെനിങ്ങർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്, മെനിങ്ങർ ഹോട്ടൽ. പക്ഷെ ഇവിടെ ചെക്കിംഗ് ടൈം 3 മണിയാണ്. ഇപ്പോൾ സമയം 12:15. അപ്പോൾ നമ്മളെ ലഗേജ് ഇവിടെ വെച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു.
ചെക്ക് ഇൻ ചെയ്യണ 3 മണിയോ അതുവരെ നമ്മളിവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, അവിടെ ബാഗേജ് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ചെക്ക് ഇൻ ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ ബാഗേജൊക്കെ അവിടെ വെച്ച് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും പുറത്തിറങ്ങി. നമ്മൾ ഇപ്പോൾ എവിടെയാണോ പോകേണ്ടത് അതിൻ്റെയൊക്കെ മാപ്പ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പഞ്ഞി പോയൊക്കെ അവിടെ ട്രാം ഒക്കെ അടുത്തുണ്ട്, ട്രാമും ബസ്സും ഒക്കെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമുക്ക് ട്രാം എടുത്തിട്ടോ ബസ് എടുത്തിട്ടോ പോവാം. അപ്പം നമ്മളിനിപ്പോൾ അടുത്ത് മെയിനായിട്ടുള്ള സിറ്റി സെൻറ്ററിലല്ല ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് അടുത്തേക്ക് പോവാണ്. ആ സ്റ്റേഷൻ്റെ അടുത്താണുള്ളത് ഈ ബസ്സും ട്രാമൊക്കെ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സെൻറ്ററിലേക്ക് പോവാം. അപ്പോൾ സ്റ്റേഷൻ്റെ സെൻറ്ററിൽ പോയാലേ അവിടെ മെയിനായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മളെ ട്രെയിൻ വന്ന് നമ്മളിപ്പോൾ ബ്രസൽസിൻ്റെ സെൻറ്ററിലേക്ക് പോവാണ്. ഇപ്പോൾ സെൻറ്ററിലേക്ക് ശരിയല്ലേ കയറി. നമ്മൾ ഗ്രാൻഡ് പ്ലേസിലെത്തിയിട്ടുണ്ട്. ഗ്രാൻഡ് പ്ലേസിലെത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മൾ നേരെ ആദ്യം ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് ഇപ്പം ഇങ്ങനെ നടക്കുക. നമ്മൾ പാരീസിൽ ഉപയോഗിച്ച പോലെ ഒരു ബിഗ് ബസ് ടിക്കറ്റ് എന്നാണ് ഇപ്പോൾ നമ്മളിവിടെ ബ്രസൽസിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൺലൈനിലാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ചെക്ക് ചെയ്യാണ് അപ്പോൾ എന്താണെന്നുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോപ്പണപ്പോൾ ബസ്സിൽ കയറി. അധികം ആളൊന്നും ഇല്ലല്ലോ ചേച്ചിയുടെ. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് സിറ്റിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കണ്ടിട്ട് അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബ്രസൽസിലെ ഓപ്പൺ ഓഫ് ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്കിപ്പോൾ 3 മണിയാണ്, നല്ല വെയിലാണ്. നാട്ടിൽ 12 മണിക്ക് നമ്മൾ വെയിലുകൊണ്ട് പോകണ പോലെ. അപ്പോൾ ബ്രസൽസിലെത്തിയിട്ട് ഇപ്പം നമ്മൾ ആദ്യത്തെ സ്ഥലമാണ് ഇതാത് അറ്റോമിയം. ബ്രസൽസിലൊരു ടോളസ്റ്റ് ടവർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടവറല്ല, ഒരു സ്ട്രക്ചറാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പോയേക്കാം. അപ്പോൾ നമ്മളപ്പോൾ അറ്റോമിയത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു 9 ഗോളം 9 സ്ഫിയേഴ്സ് ആണ്. നമുക്ക് ഓരോ ഗോളത്തിലും ഇങ്ങനെ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും പോയേക്കാം. ഉള്ളിൽ എക്സലേറ്ററോ അല്ലെങ്കിൽ ലിഫ്റ്റോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിൽ വരെ പോവാം. അതായത് പാരീസിൻ്റെ ഐഫൽ ടവർ പോലെയാണ് ഏകദേശം അവിടെ ബ്രസൽസിൽ ഈ അറ്റോമിയം എന്ന് പറയുന്നത്. ഏകദേശം 100 മീറ്റർ അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ മുകളിലേക്കൊക്കെ പോയേക്കൊന്ന്. അപ്പോൾ നമ്മൾ അറ്റോമിയത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. അത് ടിക്കറ്റിന് ഒരാൾക്ക് അഡൾട്ടിന് 14 യൂറോ ആണ്. കുട്ടികൾക്ക് എമൽക്ക് ഇല്ല, ഇഷൽക്ക് പകുതി യൂറോ ആണ്, ഏകദേശം 8 യൂറോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മിനി യൂറോപ്പും. പക്ഷേ അവർ പറഞ്ഞ് താങ്ക് യു. അപ്പോൾ നമ്മൾ അറ്റോമിയത്തിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മിനി യൂറോപ്പ്. മിനി യൂറോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓരോ മോഡൽസ് ഉണ്ട്. അതായത് യൂറോപ്പിലുള്ള എല്ലാ ഐഫൽ ടവർ, അതുപോലെ ഈ ഇറ്റലിയിലുള്ള പിസ്സ ഗോപുരം, അങ്ങനത്തെ ഒക്കെ മോഡൽ ഉണ്ടാക്കിയതുണ്ടെന്ന് ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെ ആയപ്പോൾ എല്ലാവരും അങ്ങോട്ടും അതിലും ഇതിലും വരും. പക്ഷേ നമുക്ക് സമയമില്ലാത്തതിനെ കൊണ്ട് അവർ പറഞ്ഞ ഒന്നിൽ മാത്രം കയറാനുള്ള സമയമുള്ളൂ. അപ്പോൾ നമ്മൾ അറ്റോമിയത്തിൽ കയറാമെന്ന് വിചാരിച്ചു. വാ വാ.
ഭാഗമാട്ടത് ലിഫ്റ്റിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ ടോപ്പിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് അറ്റോമിയത്തിൻ്റെ ടോപ്പിലാണ്. എയ്ഫൽ ടവറിൻ്റെ അത്ര ഹൈറ്റ് ഒന്നുമില്ല, അതിൻ്റെ മൂന്നിലൊരു ഭാഗം ഹൈറ്റാണ്. പക്ഷേ ബ്രസൽസിലെ ഏകദേശം ടോളസ്റ്റ് ഒരു സ്ട്രക്ചറാണിത്. അതായത് 9 ഗോളാണുള്ളത്. ഏകദേശം നമ്മളിപ്പോൾ ടോപ്പിലുള്ള ആ ഗോളത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ത്തിൻ്റെ മോഡൽ ഏകദേശം 102 മീറ്റർ ഹൈറ്റിലാണ് ഇതുള്ളത്. അതുപോലെ 9 ഗോളം, 9 സ്ഫിയേഴ്സാണ് ഇതിലുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ടോപ്പിലിപ്പോൾ നല്ല അതുപോലെ 8 മീറ്റർ ടോട്ടൽ വെയിറ്റാണ് ഇത് കാണുന്നത്. ഏകദേശം 2400 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ്. നമ്മൾ അറ്റോമിയത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ താഴെ എത്തി. ഇനി നമുക്ക് താഴെ നിന്ന് നമുക്ക് എസ്കലേറ്റർ ഉപയോഗിച്ചിട്ട് ഓരോ ഗോളത്തിൻ്റെ അങ്ങോട്ടേക്കും പോവാം. ഇതാണിപ്പോൾ നമ്മളിപ്പോൾ കയറിയതാണ് ഏറ്റവും ഹൈറ്റിലുള്ള സ്ഫിയർ. ഇപ്പം നമ്മൾ പോകുന്നത് അതിൻ്റെ അടുത്തുള്ള സ്ഫിയറിലേക്ക് നമ്മൾ എസ്കലേറ്റർ ത്രൂ ആണ് പോകുന്നത്. അപ്പോൾ അറ്റോമിയത്തിൻ്റെ ആദ്യത്തെ സ്ഫിയറിലാണ് ഇപ്പം നമ്മളുള്ളത്. ഒരു മ്യൂസിയം ആയില്ലേ, ഒരു മിനി മ്യൂസിയമാണ് അതിൻ്റെ അകത്ത്. അതാണ് അറ്റോമിയത്തിൻ്റെ മോഡൽ ഇവിടെ ഉള്ളത്. അതായത് അറ്റോമിയം, അതായത് ആറ്റങ്ങളുണ്ടല്ലോ, ആറ്റത്തിൻ്റെ ഏകദേശം മോഡൽ, അതുകൊണ്ടാണ് അറ്റോമിയം എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ കയറിക്കോളും. നമുക്ക് ശരിക്കും മനസ്സിലാവില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നുള്ളത്. നമ്മളെ ഒരു സ്ഫിയർ ഉണ്ടല്ലോ, ആ സ്ഫിയറിൻ്റെ അകത്തേക്കുള്ള എന്താ പറയുക, ആ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ആ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എസ്കലേറ്ററിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു സ്ഫിയറിൽ ഇപ്പോൾ എത്തി. ഇത് എന്താ കഥ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയൊരു ഗോളാണല്ലേ. ചേർത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ഫിയർ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് വലിയ വലുതാണ് കേട്ടോ. ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഇത് എന്താ നമ്മളപ്പോൾ ഇനിയിപ്പോൾ 4-ൽ നിന്ന് 5ലേക്കുള്ള സ്ഫിയറിലേക്ക് പോകാറ്. ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ പോകുന്നത്. നമ്മൾ പുറമേ ഒന്നും കാണുന്നില്ല, 9 ഗോളം ഓരോ പൈപ്പായിട്ട് ഇങ്ങനെ കണക്റ്റഡ്. ആ പൈപ്പ് നമ്മൾ പുറമൊന്നും കാണുന്ന പോലെയല്ല. അകത്ത് കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് എക്സ്കലേറ്ററൊക്കെയാണ്. നമുക്കിങ്ങനെ ഓരോ ആ ഗോളത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അത് ശരിക്കും ഇത് നല്ല വീതിയുള്ള പൈപ്പാണ് ശരിക്കും. പുറമേ ഒന്നും കാണുമ്പോൾ അത് ചെറുതായിട്ട് തോന്നുള്ളൂ. ഏതിലേക്കാ? ലെവൽ 6 അതന്നെ. അറ്റോമിയത്തിൽ നിന്നും പുറത്തിറങ്ങി നമ്മളങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ നമ്മളെ സ്ഥലത്തേക്ക് നടക്കണം. അവിടെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാൻഡ് പ്ലേസ് എന്ന് പറയുന്ന ബ്രസൽസിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനീഷ്യലി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. അടുത്ത വീഡിയോ ആവുന്നവരെ ബൈ.